നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ കടയ്ക്കൽ യൂണിറ്റ് മുൻനിരൂപണം ഇതിൻ്റെ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. ബഹുമാനരെ, നമ്മളെ ഏവരും ആകാംക്ഷയോട് കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി പതാക ഉയർത്തലാണ്. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ കോൺട്രാക്ടർമാരും പ്രമുഖ വ്യക്തികളും ഈ പരിപാടിയിൽ പങ്കാളികൾ ആവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ അസോസിയേഷൻ AKGCA കടയ്ക്കൽ യൂണിറ്റിന്റെ മന്ദിര ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാന്യപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി നിർവഹിക്കുന്നതാണ്. ഇതിന്റെ അധ്യക്ഷതൻ മോൻ ജോസ് MLA, പ്രസിഡന്റ് AKGCA, മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനിയ സണ്ണി ചതിക്കര, സംസ്ഥാന സെക്രട്ടറി. ബഹുമാനിയുടെ ഈ പരിപാടിയിൽ പങ്കാളിയാകുവാൻ മുഴുവൻ ജനപ്രതിനിധികളെയും നമ്മുടെ സംഘടനാ നേതാക്കളെയും അതുപോലെ ഗോവിയണ്ണൻ, ഈ പരിപാടിയിൽ സാദരം ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇവർ രണ്ടുപേരും ഇവിടുത്തെ പ്രധാന കരാറുകാരാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉൾപ്പെടെ ഇവിടെ സെക്രട്ടറി ഉണ്ട്, നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട്, നമ്മുടെ ട്രഷററുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ മുതിർന്ന നേതാക്കന്മാരെ ക്ഷണിച്ചുകൊള്ളുകയാണ്. AKGCA സിന്ദാബാദ്, AKGCA സിന്ദാബാദ്, പതാകദിനം സിന്ദാബാദ്, പതാകദിനം സിന്ദാബാദ്, AKGCA സിന്ദാബാദ്, AKGCA സിന്ദാബാദ്. ഉയർ പതാകേ പാറ പതാകേ, ഉയർ പതാകേ പാറ പതാകേ, ഉയർന്ന് പറക്ക് പതാകേ, ഉയർന്ന് പറക്ക് പതാകേ. AKGCA സിന്ദാബാദ്, AKGCA സിന്ദാബാദ്. കെട്ടിട്ട് അല്ല, ഇത് നാളെ മുറിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് തുറക്കണെടുക്കാമല്ലോ. നമ്മൾ പുറത്ത് പറയൂ. ജോജി കിട്ടൂല ഇവിടെ. ഇവിടെ നോക്കാം. അപ്പൊ എല്ലാരും നിന്നല്ലോ. ഓക്കെ, ഉള്ളിലേക്ക് പോകും. നിങ്ങൾ നമ്മളിലേക്ക് ഇറക്കും. അതിനെ കടച്ചു. ഗ്രാമസഭയോ പരിപാടിയൊക്കെ കണക്കാക്കി പോയിട്ടില്ല. മാത്രമല്ല പണിയൊക്കെ വേണ്ടി മുൻകൈ നിന്ന ഒരാളാണ്. ഈ കട്ടളയൊക്കെ അവനാണ് ചേർന്നത്. മരിക്കുന്നതിന് അവസാന ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വണ്ടിയിൽ പേര് കണ്ടിട്ടാണോ ആ
രണ്ടുപേരും കൂടെ പിടിച്ചോളൂ. ഇനി എവിടെ തിരികണ്ട ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ചടങ്ങ് കൂടെ കഴിഞ്ഞങ്ങ് സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ജയപാലന്റെ ഒരു ഛായാചിത്രം ഇന്ന് അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. അത് നിർവഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന ട്രഷറർ ശ്രീ പ്രദീപണ്ണാണ്. അതിന്റെ പ്രസംഗവും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്റ്റേജിൽ നടക്കും. അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പ്രദീപണ്ണെ സംസ്ഥാന ട്രഷറർ ആ കസിലോട്ട് നാലോട്ട് താമസം ചുമ്മാ ഇങ്ങനെ
ഓൾ കേരള കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ കടയ്ക്കൽ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന പരിപാടികളുടെ തത്സമയമാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിക്കുന്നത്. ഈ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. നമുക്കില്ല മരണത്തിന് ഇതിന് അവാർഡ് വല്ലതും ഉണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ കെട്ടിടത്തിന്റെ ഔദ്യോഗികമായ ഭദ്രദീപം കൊളുത്തലും കെട്ടിടം ഉദ്ഘാടനം ചെയ്യലും ശ്രീ ജയപാലിന്റെ ഛായാചിത്രം അനാച്ഛാദനം പരിപാടികളെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ യോഗ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ എ റഹീം അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ AKGC കടക്കൽ യൂണിറ്റിന്റെ മന്ദിര ഉദ്ഘാടനം നമ്മുടെ ബഹുമാനയായ കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ പൊതുവായ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്നതും നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിന്റെ പ്രത്യേകിച്ച് നമ്മളെ നാടിനെ വികസിച്ച റോഡുകളും സ്കൂളുകളും അനവധി വികസനം കൊണ്ടുവന്ന നമ്മുടെ മിനിസ്റ്റർക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി സ്വാഗതം പറയാൻ വേണ്ടി നമ്മുടെ സംഘടനയുടെ കരുത്തനായ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നും മുതൽക്കൂട്ടായ നമ്മളെ സുനിതത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ കെട്ടിടത്തിനകത്തും അതിന്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും കരാറുകാരും എല്ലാവരും ഇനി നമ്മുടെ ഈ സ്റ്റേജിലേക്ക് ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇനി അകത്തോട്ട് വരണം. നമ്മളെ കുഞ്ഞുമൊന്നച്ചായനൊക്കെ അവിടെ വെളിയിൽ ഇരിക്കുന്നുള്ളൂ. എല്ലാവരും ഇനി അകത്തോട്ട് കയറിയിരിക്കണം. കൊല്ലത്തുനിന്ന് വന്നവരുണ്ട്, നമ്മുടെ താലൂക്കുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരെല്ലാവരും അവിടെ നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഇനി അകത്തോട്ട് കയറിയിരിക്കണേ. യോഗ നടപടികൾ നടക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് പോരെ. ചായ പിന്നെ കുടിക്കാം. പോരെ പോരെ, എല്ലാവരും പോരെ. നമ്മുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കുട്ടികള്, മാളവിക, എല്ലാവരും
ഇനി ഫ്രണ്ടിലോട്ട് കയറിയിരിക്കണം. സ്റ്റേജില് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ എ റഹീം, ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കെട്ടിടം ഈ ഒരു ചെറു ഗ്രാമത്തില് ഇന്ന് ഇത് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനിയായ മന്ത്രി ശ്രീ ചിഞ്ചുറാണി അവർ, അതുപോലെ ജയപാലന്റെ ഛായാചിത്രം ഇവിടെ അനാച്ഛാദനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന ട്രഷറർ ശ്രീ ജി ത്രിദീപ്, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യാതിഥി ശ്രീ സണ്ണി ചെന്നിക്കര, അതുപോലെ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രീ ജോജി ജോസഫ്, ഇവരൊക്കെ രാവിലെ വരുന്നത് തൃശ്ശൂരിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമാണ്. അപ്പോഴും നമ്മളെ പല ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് അവര്, അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ കൊല്ലായിൽ സുരേഷ്, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ ശ്രീ ജെ സി അനിൽ, അതുപോലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബൈജു, ജില്ലാ സെക്രട്ടറി ദിലീപ്, ജില്ലാ ട്രഷറർ സുരേഷ്, മറ്റിവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും പേര് ഇനി ഒരിക്കൽ കൂടി പരാമർശിക്കുന്നുള്ളത് കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് നമ്മുടെ താലൂക്ക്, ജില്ലാ, യൂണിറ്റ്, സംസ്ഥാന നേതാക്കന്മാരെ, മറ്റ് കരാറുകാരെ, കരാർ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മള് ഈ യൂണിറ്റിന്റെ എത്രയെങ്കിലും കാലമായുള്ളൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഇത് ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കരാറുകാരുടെ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ജില്ലാ മന്ദിരങ്ങള് ഏകദേശം രണ്ടോ മൂന്നോ ജില്ല ഒഴിച്ച് എല്ലാ ജില്ലകൾക്കും ജില്ലാ മന്ദിരങ്ങളുണ്ട്. ഏറെക്കുറെ താലൂക്കുകൾക്കും താലൂക്ക് മന്ദിരങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഘടനയ്ക്ക് ഒരു യൂണിറ്റിന് വെറും 10-35 മെമ്പർമാർക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിന് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതും സ്വന്തമായി 10 സെന്റ് വസ്തു വാങ്ങി ഈ മനോഹരമായ പ്രദേശത്ത് നാട്ടുകാർക്കും കൂടി ചെറിയ ഫംഗ്ഷനുകളും പഞ്ചായത്തുകളുടെ ചെറു മീറ്റിംഗുകളും എല്ലാം നടക്കത്തക്ക തരത്തിൽ ഇവിടെ ഉള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ മെമ്പർമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വളരെയേറെ ഒരു വർഷമായി ജൂലൈ 7 തീയതിയാണ് ഇതിന് തറക്കല്ലിട്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. നല്ല തുക ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റിലെ മെമ്പർമാർ മാത്രമല്ല, നമ്മുടെ പ്രദേശത്തുള്ള വ്യാപാരി വ്യവസായികളും മറ്റ് കർഷക യൂണിറ്റുകള്, നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവര് ഒത്തിരി പേർ, നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ പലരും നമുക്ക് ഈ സംഭാവന നൽകിയവരുണ്ട്. ജില്ലാ മെമ്പർമാരുണ്ട്, താലൂക്കിന്റെ ഭാരവാഹികളും മറ്റുള്ളവരെല്ലാവരും ഏറെ പേർ സഹകരിച്ചാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല, കാരണം മിനിസ്റ്റർക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഇനി റിപ്പോർട്ടും മറ്റ് നമ്മുടെ നേതാക്കന്മാരെല്ലാം, നമ്മുടെ ജനറൽ സെക്രട്ടറി തന്നെ സംഘടനാ വിഷയങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രതിപാദിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ യൂണിറ്റിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്. 2 വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എത്രയെങ്കിലും ദിവസമായിട്ട് ഈ കെട്ടിടത്തിന്റെ അവസാന മിനുക്കുപണികളുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും രാത്രി 10-11 മണി കഴിഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. അത്രയ്ക്ക് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അവസാന ദിവസങ്ങളിലെല്ലാം അതിലേർപ്പെടുന്നത്, അതുപോലെ സ്വന്തം കെട്ടിടം നമുക്ക് വീട് വെക്കുന്നു എന്നുള്ള ഇതിലാണ് നമ്മുടെ ശ്രീ റഹീം. ഏത് കാര്യത്തിനും
ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഒരു ജില്ലാ കമ്മിറ്റി കടക്കൽ വെച്ച് കൂടി. അങ്ങനെ ഏത് വിഷയങ്ങൾ വന്നാലും കടക്കൽ യൂണിറ്റ് അത് ഏറ്റെടുക്കുകയും ഭംഗിയായും ചെയ്യും. അതിലൊക്കെ പ്രധാന പങ്കുവഹിക്കുന്ന നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ റഹീമിനെ, ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന റഹീമിനെ എല്ലാവരുടെയും പേരിലും ഈ സംഘടനയുടെ പേരിലും നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീ ജെ ചിഞ്ചു റാണി അവരാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇവിടെ ഇരിക്കുന്ന ആർക്കും വേണ്ടിവരില്ല. നമ്മുടെ കരാർ രംഗത്ത് ഇന്ന് കരാറുകാർ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മുടെ ഗവൺമെന്റ് 25 ലക്ഷം രൂപ വരെ ട്രഷറിയിൽ നമുക്ക് മാറിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിപ്പോൾ ഈ ഓണക്കാലത്തുമായി 10 ലക്ഷം രൂപയിലേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ ഒരു ബില്ല് കിട്ടാനുള്ള കരാറുകാരൻ ഓണക്കാലമായി ട്രഷറി ചെന്നാൽ അവൻ ആ ബില്ല് മാറില്ല. അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്, ഇനിയും 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ആ 2-3 ദിവസത്തേക്കെങ്കിലും ഈ ട്രഷറി നിയന്ത്രണം ധനകാര്യമന്ത്രിയുമായി ഒന്ന് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താൻ ഒരു ശ്രമം കൂടി നടത്തണമെന്ന് അറിയിക്കുന്നു. ഏവർക്കും വേണ്ടി പ്രിയങ്കരിയായ നമ്മുടെ മന്ത്രി ശ്രീ ജെ ചിഞ്ചു റാണിയെ നമ്മുടെ സംഘടനയുടെ പേരിലും മന്ദിരോദ്ഘാടന കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായി നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സംഘടനയുടെ ഏറ്റവും പരമോന്നതാരി എല്ലാ കാര്യങ്ങളും അവസാന വാക്ക് അത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അത് സണ്ണി ചെന്നിക്കര. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അവിടെ മാടക്കത്തറ ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എന്നാലും നമ്മുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ രാത്രി തന്നെ ഇവിടെ വെളുപ്പിനെ എത്തിച്ചേർന്നു. അദ്ദേഹം നമ്മുടെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ കൂടെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ എന്തായി, പണികൾ പെട്ടെന്ന് തീർക്കണം, ഭംഗിയാക്കണം, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയും ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് ഈ കെട്ടിടത്തിന്റെ ഒന്ന് വിലയിരുത്തി ഇതിന്റെ പോരായ്മകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് ഇവിടെ സന്ദർശിച്ച് ഇതിന്റെ ഇതൊക്കെ കണ്ട് പോയ ആളാണ്. ഇന്നിപ്പോ എന്തായാലും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെയും നമ്മുടെ സംഘടനയുടെ പേരിലും മന്ദിര നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മള് നോട്ടീസിൽ പേരൊന്നും വെച്ചിട്ടില്ല. നമുക്കൊരുപാട് സംസ്ഥാന ഭാരവാഹികളുണ്ട്, 10-20 പേരുണ്ട്. അപ്പൊ എല്ലാവരെയും വിളിക്കുക. എല്ലാവരും കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂരൊക്കെയാണ്. എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നുള്ളത് അവർക്കും ബുദ്ധിമുട്ടാണ്. അവരെല്ലാം വേറെ അവസരത്തിൽ നമ്മളിവിടെ ക്ഷണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷണിക്കപ്പെടാതെ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രീ ജോജി ജോസഫ്, അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായി പരിപാടിയൊക്കെ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. ആ ലൊക്കേഷൻ എനിക്കൊന്ന് ഇട്ടേരെന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് വരുന്നു. രാവിലെ 8:30 ആയപ്പോൾ കാണാം അങ്കമാലിയിൽ നിന്ന് ഇടപ്പാക്കാലത്ത് കാറ് ഓട്ടിച്ച് ഇവിടെ എത്തി. വളരെയേറെ സന്തോഷം. അദ്ദേഹത്തെ ഈ സംഘടനയുടെ പേരിലും നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ എല്ലാ ഓരോരുത്തരുടെ പേരിലും അദ്ദേഹത്തെ ഹാർദമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്ത ശ്രീ സംസ്ഥാന ട്രഷറർ ജി ത്രിദീപ് അവറുകളാണ്. ഇവിടെ ഇരിക്കുന്ന കരാറുകാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. കാരണം ഇവിടെ കടയ്ക്കൽ യൂണിറ്റ് തുടങ്ങിയ കാലം മുതൽ നമ്മുടെയൊക്കെ ഇതിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് അദ്ദേഹം. വർക്കലക്കാരനാണ്. നമ്മുടെ ഈ യൂണിറ്റിന്റെ ഏത് ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ പോലും ഒന്ന് വിളിച്ചാൽ ഓടിയെത്തും. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഈ കെട്ടിടം തറക്കല്ലിടലിന്റെ ഉദ്ഘാടനമൊക്കെ ശ്രീ ത്രിദീപണ്ണായിരുന്നു. അന്ന് അദ്ദേഹം തുടങ്ങി വെച്ച 25,000 രൂപയുടെ ഒരു വാഗ്ദാനമാണ്. ഒരുപക്ഷെ നമുക്ക് ഇത്രയും ആവേശം കൊണ്ട് നമ്മുടെ മറ്റുള്ളവർക്കൂടെ ഒരു പ്രചോദനമായി നമുക്ക് ഈ സംഭാവനകൾ ഇത്രയും ലഭിക്കുകയും കെട്ടിടം പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് ഈ ശ്രീ ത്രിദീപണ്ണെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. അടുത്ത നമ്മുടെ അനുമോദനം നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ
കഴിഞ്ഞ വെക്കേഷനിൽ ശ്രീ മാളവിക, നമ്മുടെ മജീഷ്യൻ ഷാജു സാറിന്റെ വന്നിട്ടുണ്ട്. ഷാജു സാറിന്റെ മകളാണ്, ഇപ്പോൾ +1 പഠിക്കുന്നു. മാളവിക അന്ന് ചിത്രരചനയിൽ വരച്ച ചിത്രങ്ങളാണ് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത്. 12ാം ക്ലാസ്സിലാണ് മാളവിക പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മാളവികയുടെ ചിത്രങ്ങൾ ആണ് നിലവിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ മാളവികയ്ക്ക് അനുമോദനം നൽകുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാൻ അവരാണ്. എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ശ്രീ ലതിക വിദ്യാൻ അവർക്ക് ഈ യോഗത്തിന്റെ പേരിൽ നമ്മൾ സ്വാഗതം ആശംസിക്കുകയാണ്. അത് നമ്മുടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ എസ് വിക്രമൻ അവറുകളാണ്. അദ്ദേഹം കിംസാറ്റ് ഹോസ്പിറ്റലിന്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹവും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നത് ശ്രീ എം മനോജ്, ഈ ബിൽഡിംഗ് കൂടി നിലനിൽക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം മനോജ് അവർ രാവിലെ വിളിച്ചിരുന്നു. എന്തായാലും ഈ യോഗത്തിന് തീരുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മനോജിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, നേരത്തെ തന്നെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന നമ്മുടെ കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ കൊല്ലായി സുരേഷ്, അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ ശ്രീ ജെ സി അനിനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി, നേരത്തെ പറഞ്ഞതുപോലെ തുടക്കം മുതൽ നമ്മുടെ എല്ലാ കമ്മിറ്റികളിലും ഈ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ശ്രീ എൻ ഡി പ്രദീപിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബൈജു, സെക്രട്ടറി ശ്രീ ദിലീപ്, ട്രഷറർ ശ്രീ സുരേഷ്, ഇവർ 3 പേരും എപ്പോഴും നമ്മുടെ കൂടെ ഈ നിർമ്മാണ ആവശ്യങ്ങൾക്കായി കമ്മിറ്റി കൂടുമ്പോഴും ഫണ്ട് സ്വരൂപിക്കുന്നതിലൊക്കെ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഇവരെ 3 പേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ശ്രീ മടത്തറ അനിൽ, അതുപോലെ നിലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന പറമ്പിൽ, ചടയങ്കലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ, ഇട്ടിവ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമൃത, കുമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപിള്ള തുടങ്ങിയ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ താലൂക്ക്, ജില്ലാ, സംസ്ഥാന നേതാക്കന്മാർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, നമ്മുടെ യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ മറ്റ് മെമ്പർമാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളൊരു അനുമോദനം നൽകുന്നത് നമ്മുടെ CP ഹയർ സെക്കൻഡറി സ്കൂളിലെ അവിടെ SLCക്ക് 100% വിജയം കൈവരിച്ച സ്കൂളാണ്. അതുപോലെ +2നും നല്ല വിജയ ശതമാനം കൊല്ലം ജില്ലയിൽ നേടിയ സ്കൂളാണ്. അവരുടെ HM ഉഷാറാണി ടീച്ചറും ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാളവിക, മറ്റ് നമ്മുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ രക്ഷാധികാരി ശ്രീ P മോഹനൻ നമ്മുടെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത നമ്മുടെ ഒരു സുഹൃത്ത്, കരാറുകാരൻ കൂടിയായ ശ്രീ സജീവ് കുമാറാണ്. വളരെ വേഗത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പണികൾ പൂർത്തീകരിച്ച ശ്രീ സജീവ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ
കെട്ടിടത്തിന് ഇതിന്റെ ടോപ്പ് കോൺക്രീറ്റിന് നമുക്ക് വേണ്ട മെറ്റീരിയൽ നൽകിയത് കാർത്തിക ക്രഷർ യൂണിറ്റാണ്. കാർത്തിക ക്രഷർ ടൈലെടുത്തപ്പോൾ 2 റൂമിന്റെ ടൈല് സംഭാവന ചെയ്തത് സുബുദ്ധിയ മാർബിള്. അതുപോലെ നമ്മുടെ വാർപ്പിന് വേണ്ട കമ്പി തോപ്പിൽ കൺസ്ട്രക്ഷൻ ശ്രീ താജുദ്ദീൻ കോൺട്രാക്ടർ. പിന്നെ നമ്മുടെ സിദ്ദിഖ് വയ്യാനം, ഇവിടെ സിമന്റ് കമ്പനി ത്രിവേണി സോണി, ഇവരെല്ലാവരും നമ്മളെ സഹായിച്ചവരാണ്. സെയിൻ പാങ്കലുകാട്, അതുപോലെ മഞ്ഞപ്പാറ ഒരു സിമന്റ് കമ്പനി, ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായികളായിട്ടുള്ള പലരും നമുക്ക് വേണ്ട നല്ല സഹായങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള തൊഴിലാളികൾ, അത് ഇലക്ട്രിക് പ്ലംബിംഗ് വർക്കായാലും ടൈല് വർക്കായാലും പെയിന്റിംഗ് വർക്കായാലും മറ്റ് ഉള്ള നിർമ്മാണ സജ്ജീയുടെ തൊഴിലാളികളായാലും എല്ലാവരും അവരുടെ ഒരു ദിവസത്തെ സേവനം ഫ്രീ ആയി ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളതാണ്. ഇടയില് പ്രധാനമായിട്ട് പറയേണ്ട ഒരാളുടെ പേര് ഇതുവരെ വന്നില്ല. അത് നമ്മുടെ യൂണിറ്റിന്റെ സെക്രട്ടറി, ഇവിടെ ഇന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന യൂണിറ്റ് സെക്രട്ടറി ശ്രീ വിജയകുമാറാണ്. വിജയകുമാർ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് റഹീമിന്റെ കാര്യം പറഞ്ഞ പോലെ കുറെ ദിവസമായിട്ട് ഉറക്കവും ഇല്ല ഊണും ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്. വിജയകുമാറിന്റെ വീട്ടിൽ ചെന്നാൽ അവർ വഴക്കാണ്, ആളുടെ സമയത്ത് കിട്ടുന്നില്ല, എത്തിക്കണേന്നും പറഞ്ഞ പ്രശ്നങ്ങളാണ്. കാര്യം ഷുഗറും പ്രശ്നമൊക്കെ ഉള്ളതാണ്. ഇത് കഴിഞ്ഞ് ഇനി ഏതുള്ളൂ വീട് പാലുകാച്ച് വിജയന്റെ വീട്ടിന്റെ പാലുകാച്ചിന് പോലും ഇത്രയും ആത്മാർത്ഥയോടുകൂടി നിന്ന് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വിജയന്റെ മാത്രമല്ല, നമ്മുടെ ട്രഷറർ ഷിബു, നമ്മുടെ രക്ഷാധികാരി മോഹനൻ, അതുപോലെ നമ്മുടെ യൂണിറ്റിന്റെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് ആരെയും കൂടുതൽ പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ നമ്മുടെ ക്ഷണിക്കപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, ഇവിടെ കടയ്ക്കലിന്റെ ബാബു സാറ്, ലവലി, നമ്മുടെ മാലതി മെമ്പർ, എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരെയും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷാജി സാറിന് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മെമ്പർമാര്, നമ്മുടെ താലൂക്ക് പ്രസിഡന്റ്, കൊല്ലം താലൂക്കിന്റെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് സുരേഷ്, ഇവിടെ എത്തിയിട്ടുണ്ട്. വേറുള്ള താലൂക്ക് പ്രസിഡന്റുമാർ എത്തിച്ചേരും. എല്ലാവരെയും കുറുപ്പ് സാർ നമ്മുടെ താലൂക്കിന്റെ ട്രഷററാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കെട്ടിടത്തിന്റെ തുടക്കം മുതൽ ഇതിന്റെ പ്ലാൻ വരച്ചതും ഇതിന്റെ നിർമ്മാണത്തിന്റെ എല്ലാം ഒരു സൂപ്പർവിഷൻ നടത്തിയത്, നമ്മളെ സഹായിച്ചത് നമ്മുടെ കരാർ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ PWD ബിൽഡിംഗ്സിലെ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ കൂടിയായ ശ്രീ ശ്രീകുമാർ സാറാണ്. ശ്രീകുമാർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ നമ്മുടെ ദൃശ്യ മാധ്യമ ഇവിടെ ചാനല് എല്ലാവരും ഇവിടെ ഉണ്ട്. ആരെയും പ്രത്യേകിച്ച് പേര് പറയുന്നില്ല. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വർക്കല ജില്ലാ ഭാരവാഹിയായ നമ്മുടെ ശ്യാമപ്രസാദ് ചേട്ടനുണ്ട്. പ്രത്യേകിച്ച് ആരും എടുക്കുന്നില്ല, സോറി, നമ്മുടെ താലൂക്ക് സെക്രട്ടറി ഇതായിരിക്കുന്നു, നമ്മുടെ രാജേന്ദ്രപ്രസാദ് സാറ്. അദ്ദേഹം ഇവിടെ പലവണ വന്നിട്ടുള്ളതാണ്. പ്രസാദ് സാറ്, അതുപോലെ നമ്മളെ ബേബി വർഗീസ്. ഞാൻ ഇനി ആരെയും പേര് പറഞ്ഞ് സമയങ്ങളിൽ മിനിസ്റ്റർക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഇവിടെ വന്നിട്ടുള്ള കുടുംബാംഗങ്ങളെയും, അതുപോലെ നമ്മുടെ ജയപാലിന്റെ അമ്മ അവിടെ ഉണ്ട്, ഇനി ഇവിടെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കണം, എല്ലാവരും ഒന്ന് കാണണം. അമ്മ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മയുണ്ട്. എല്ലാവരെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം ഓരോരുത്തർക്കും പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മന്ദിരോദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ കടയ്ക്കൽ യൂണിറ്റ് പ്രസിഡന്റായ ശ്രീ റഹീം, നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി, മന്ദിര നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ശ്രീ ജെ സുനിൽ ദത്ത് അവർ,
മുഖ്യ പ്രഭാഷണം നടത്തുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ സണ്ണി ചെന്നിക്കര, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കടക്കൽ യൂണിറ്റിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ വിജയകുമാർ, പ്രിയപ്പെട്ട ഇന്ന് AKGCA ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ മരണപ്പെട്ട ശ്രീ ജയപാലന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്ത ശ്രീ ത്രിദീപ്, അതോടൊപ്പം തന്നെ ഇവിടെ എത്തുമെന്നറിയിച്ച സഖാവ് ലതിക വിദ്യാധരൻ, സഖാവ് എസ് വിക്രമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ്, പ്രിയപ്പെട്ട കാർഡ് ബാങ്ക് കൊട്ടാരക്കരയുടെ ശ്രീ കൊല്ലായിൽ സുരേഷ് അവർകൾ, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ JC അനിൽ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന തലം തൊട്ട് ജില്ലാതലവും യൂണിറ്റ് തലം വരെയുള്ള പ്രിയങ്കരായ കോൺട്രാക്ടർമാർ, പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഇതിന്റെ ട്രഷറർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പ്രവർത്തകരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരങ്ങളെ, കോൺട്രാക്ടർമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. നമ്മുടെ തന്നെ മണ്ഡലത്തിനകത്തുപെട്ട കടയ്ക്കൽ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വരുന്ന പ്രദേശത്താണ് വളരെ മനോഹരമായ നമ്മുടെ ഇവിടുത്തെ കോൺട്രാക്ടർമാരുടെ, പ്രത്യേകിച്ച് ഒരു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു കെട്ടിടത്തിന്റെ സമുച്ചയം ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഞാൻ അങ്ങനെ പറയുവാൻ കാരണം എല്ലായിടവും ഇത് കാണില്ല. ഒരുപക്ഷെ നിങ്ങളുടെ സംസ്ഥാന ആസ്ഥാനം തിരുവനന്തപുരത്ത് പണി നടന്നുകൊണ്ടിരിക്കുക ഇല്ലയോ? തുടങ്ങിയില്ല, ടെൻഡർ ആയിട്ടുണ്ട്. അത് മറ്റൊരു കോൺട്രാക്ടർ എന്നോട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ സംസ്ഥാനത്ത് പോലും ആ ആസ്ഥാന മന്ദിരം അവിടെ തുടക്കം ഇടുവാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു യൂണിറ്റുകാർ വിചാരിച്ചപ്പോ വളരെ പെട്ടെന്ന് തന്നെ ഒരു മുടക്കവുമില്ലാതെ വളരെ കൃത്യതയോടുകൂടി ഒരു കെട്ടിടം ഇവിടെ സ്ഥാപിതമായിരിക്കുകയാണ്. അപ്പൊ അവർ തന്നെ പറഞ്ഞു, നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന ചില മീറ്റിങ്ങുകൾ നമുക്കറിയാം, പഞ്ചായത്തുകളുടെ മീറ്റിംഗ്, വാർഡ് തല മീറ്റിംഗ്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റാവുന്ന തരത്തിൽ, ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊന്നും വീട്ടുമുറ്റത്തൊക്കെയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയ ചെറിയ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിവിടെ ഒരു യോഗം ഉൾപ്പെടെ സംഘടിപ്പിക്കുവാൻ കഴിയും. പിന്നെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കോൺട്രാക്ടർമാർ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് നടക്കാൻ പറ്റാവുന്ന ഒന്നാണ്. അത് സംസ്ഥാനത്തും അത് നടപ്പിലാക്കും, ഇവിടെ നടപ്പിലാക്കി എങ്ങനെയാണെന്ന് അവർ തന്നെ സൂചിപ്പിച്ചു. അപ്പൊ 10 സെന്റ് സ്ഥലമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്തൊക്കെ ആയിരിക്കും അതൊക്കെ മേടിച്ചത്. പക്ഷെ അതിനൊക്കെ ഒരു പ്രാപ്തിയും ഒരു ത്രാണിയും ഒരു നല്ല ധൈര്യവും ഒക്കെ കാണിച്ചപ്പോൾ വളരെ കൃത്യതയോടുകൂടി നമുക്ക് ഈ കെട്ടിടം ഇവിടെ സ്ഥാപിതമാകുവാൻ ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന് കഴിഞ്ഞു എന്ന് ഞാനിപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു യൂണിറ്റ് അത്തരത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ ഇനി അതിന്റെ മുകളിലേക്കുള്ള ഘടകങ്ങൾ, അത് ജില്ലാ ഘടകങ്ങളായാലും അത് സംസ്ഥാന ഘടകങ്ങളായിരിക്കും, അവർക്കും ഒരു ആവേശമാണ്. നമ്മുടെയൊക്കെ എന്തുകൊണ്ട് നമ്മുടെ കെട്ടിടം എത്രയും പെട്ടെന്ന് തുടങ്ങിക്കൂടാ, അതിന് വേണ്ടുന്ന പണികൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. ഇതിൽ വന്ന ചില കോൺട്രാക്ടർമാരെയൊക്കെ നമുക്ക് പണ്ട് മുതൽ അറിയാവുന്ന ആൾക്കാരുണ്ട്, അല്ലാതുള്ള പുതിയ കോൺട്രാക്ടർമാരുണ്ട്, പണ്ട് കാലത്തെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പ്രവർത്തനങ്ങൾ, പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് പ്രവർത്തനങ്ങൾ, അല്ലാതുള്ള വർക്കുകൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ വികസനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് കോൺട്രാക്ടർമാർ. കോൺട്രാക്ടർമാർ ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ വികസനം എങ്ങനെ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം അംഗീകരിക്കപ്പെട്ട ലൈസൻസ് ഉള്ള കോൺട്രാക്ടർമാർക്കാണ് പലപ്പോഴും വർക്കുകളൊക്കെ പിടിക്കുവാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ കോൺട്രാക്ട് ലൈസൻസ് ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ത്രിതല പഞ്ചായത്തും ഗവൺമെന്റും ഒക്കെ ടെൻഡർ നടത്തുമ്പോൾ
അത് കൃത്യതയോടുകൂടി അത് കോട്ട് ചെയ്യുവാനും അതിൽ പങ്കാളിയാകുവാനും കുറഞ്ഞ റേറ്റ് അനുസരിച്ച് അവർക്ക് ഈ വർക്ക് കൊടുക്കുവാനും ഒക്കെ തയ്യാറായി വരുന്നത് ഗവൺമെന്റും ത്രിതല പഞ്ചായത്തും. പക്ഷെ അതിലൊക്കെ പങ്കാളികൾ നിങ്ങളാകുമ്പോൾ ഈ കോൺട്രാക്ടറൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നിങ്ങൾക്കൊരു സമയ പരിധി ഗവൺമെന്റ് തരും, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തരും. ആ പരിധിക്കുള്ളിൽ നമ്മുടെ വർക്കുകൾ തീരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് സമയബന്ധിതമായി നമുക്ക് കൃത്യമായി നടപ്പിലാക്കുവാൻ പറ്റുമോ എന്ന് നാം ചിന്തിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പണം നമുക്ക് എങ്ങനെ കിട്ടും? ഒരു വർക്ക് കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുക. വർക്ക് ചെയ്തു തീർക്കുമ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് ചിലപ്പോൾ പണം കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പ്രശ്നവും നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ ഞങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ ചില വർക്കുകൾ എടുത്താൽ വർഷങ്ങളോളം ഇങ്ങനെ കിടക്കുകയാണ്. വീണ്ടും നമ്മളത് പൊക്കിയെടുത്ത് വീണ്ടും റീ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്ന് വീണ്ടും അത് നമ്മൾ ടെൻഡർ നടത്തി നമ്മളത് ചെയ്യുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ചില കോൺട്രാക്ടർമാർ ഇത് എടുത്താൽ നമുക്കറിയാം അനിശ്ചിതകാലം അവിടെ ഇടുകയാണ്. അവർക്ക് ഒരുപക്ഷെ ചിലപ്പം പറയും ഞങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പൈസ മറിക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത് അതിന്റെ കൂടെ ചേർന്നൊരു കണ്ടിന്യൂവേഷൻ റോഡും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. ചിലത് നമുക്കറിയാം നിർബന്ധപൂർവ്വം നമുക്ക് വളരെ അടിയന്തരമാണ്. നിങ്ങൾ ഇതൊക്കെ ആകുമ്പോഴും ഞങ്ങൾ ഈ പണി പണം അനുവദിക്കും, അതിന് AIC TS ഒക്കെ കിട്ടി ടെൻഡർ കഴിയുമ്പോഴാണ്, ഇത് പിടിച്ചു കഴിയുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള റോഡുകളായിരിക്കും പലപ്പോഴും പിടിക്കുന്നത്. അത് ചെയ്യാതെ കൂടി ഇരുന്നാൽ നമുക്കറിയാം ജനങ്ങളുടെ വികാരവും അവിടെ പ്രത്യക്ഷപ്പെടും. അവർ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ, പലരെയും തടയുന്ന, നമ്മളെ ഉൾപ്പെടെ തടയാൻ പറ്റാവുന്ന തരത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിലും. ഇവിടെ മാത്രമല്ല ഒരുപാട് അടുത്തുണ്ട് റോഡുകളിലൊക്കെ വാഴ വയ്ക്കുന്നത്. ഇവിടുത്തെ വാഴവെപ്പ് കുറവാണ്, കാരണം അത്രത്തോളം കുഴപ്പമില്ലാതെ ഒരുവിധമൊക്കെ റോഡ് വർക്കുകൾ ചെയ്തതാണ്. അപൂർവം ചില വർക്കുകളാണ് നമുക്ക് ഈ തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് നമ്മൾ വർക്ക് പിടിക്കുമ്പോൾ എനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ, നമുക്കതിനുള്ള പണവും കൂടെ സമാഹരിക്കും. നമുക്കറിയാം ആദ്യം തന്നെ ഗവൺമെന്റ് പണം തരില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ പണം എങ്ങനെയെങ്കിലും വർക്ക് തീർക്കുന്നവർ, ചിലപ്പോൾ പണമുള്ളവരാകുമ്പോൾ വളരെ പെട്ടെന്ന് ഒറ്റയടിക്ക് പണം ഇല്ലാതെ തന്നെ അവർ വർക്ക് തീർത്ത് മൊത്തം എനിക്ക് തോന്നുന്നു ഒറ്റ ബില്ലായിട്ട് കൊടുക്കുന്ന ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ട്. ഒട്ടേറെ കോൺട്രാക്ടർമാർ അങ്ങനെയാണ്. അപ്പൊ അവർ ഒരുപാട് വർക്കുകൾ എടുക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ഒരെണ്ണം മുടങ്ങിയാലും കുഴപ്പമില്ല. എന്നാൽ അടിത്തട്ടിലുള്ള ചില കോൺട്രാക്ടർമാർ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരും നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ കോൺട്രാക്ടർമാർ. അവർക്കായിരിക്കും ഈ ഭാരങ്ങളെല്ലാം. ചിലപ്പോൾ ഒരു വർക്ക് ചെയ്തു തീർന്ന പണം കിട്ടാത്തത് കൊണ്ടായിരിക്കും രണ്ടാം വർക്കിലേക്ക് അവർ കിടക്കുമ്പോൾ മുടക്കമിടുന്നത്. ഇപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ ഓണമാണ്. ഓണം വരുമ്പോൾ നമുക്കറിയാം ട്രഷറിക്ക് എല്ലാം ഒരു ചെറിയ ബാനൊക്കെ കൊണ്ടുവരും ഗവൺമെന്റ്. അത് കൊണ്ടുവരുന്ന മറ്റൊന്നുമല്ല, എല്ലാ മേഖലകളിലെ ആൾക്കാരെ സഹായിക്കണം. ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നു 2 മാസത്തെ ഒരുമിച്ച് കേരളത്തിലെ ഇത്രയധികം ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാല് 62 ലക്ഷം ആൾക്കാരാണ്. അതിന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ പെൻഷൻ നമുക്കറിയാം 62 ലക്ഷം ആൾക്കാർക്ക് 3600 രൂപ പെൻഷൻ ഒറ്റയടിക്ക് കൊടുക്കുക. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആവശ്യമുള്ള പണം ഇപ്പൊ നമുക്കറിയാം ചെറിയ തുകയായാലും ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഹരിതകർമ്മ സേനയ്ക്ക് അത്യാവശ്യം പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഗവൺമെന്റ് ഈ സമയത്താണ് പണം കൊടുക്കുന്നത്. ഇങ്ങേറ്റം കേന്ദ്ര ഗവൺമെന്റ് നമ്മോട് നമുക്കറിയാം ഒരു നല്ല സമീപനമല്ല കേരളത്തിനോട് പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത്. നമുക്ക് തരുവാനുള്ള പണം ഉൾപ്പെടെ തരാത്തൊരവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് കിട്ടുവാനുള്ള GST വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്ന ഒരവസ്ഥ കേന്ദ്രം കാണുന്നു. നിങ്ങൾ കാണുന്ന കിബി പോലെയുള്ള ചില ഏജൻസികൾ കേരളത്തിൽ എത്ര കോടി രൂപയുടെ വർക്കുകളാണ് കിബി മുഖേന നാം ചെയ്യുന്നത്. അത് ഉൾപ്പെടെ അത് കേരളത്തിന്റെ കടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നു. കടമെടുക്കുന്ന പരിധി പോലും വെട്ടിക്കുറച്ചുകൊണ്ട് 5 പൈസ കടമെടുക്കുവാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പൊ 2 ആഴ്ച മുമ്പും കേന്ദ്ര ധനമന്ത്രിയെ പോയി കാണാൻ കഴിഞ്ഞു. കുറച്ചെങ്കിലും പണം ഓണക്കാലത്തെങ്കിലും നമുക്ക് കിട്ടണം, ഈ തരത്തിൽ കോൺട്രാക്ടർമാർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് കൊടുക്കുവാനുള്ള പണം കൊടുക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ട് അദ്ദേഹം പോയതാണ്. 5 പൈസ തരാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം നമ്മൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം തനത് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം മുഖ്യമന്ത്രി തന്നെ ഒരു 1000 കോടി രൂപയുടെ ഒരു പ്രത്യേക വികസന പാക്കേജ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അതിന് വർക്കുകൾ എത്തുകയാണ്. ആ വർക്കുകൾ പഞ്ചായത്തിനെ കൊണ്ട് നമുക്ക് ഒരുപക്ഷെ പഞ്ചായത്തിന് ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ വർക്കുകൾ, ചെറിയ വർക്കുകളായാലും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, നമ്മുടെ ത്രിതല പഞ്ചായത്തിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ്, നമുക്കറിയാം നമ്മൾ സാധാരണ PWD റോഡുകളാണ് ഏറ്റവും കൂടുതൽ എടുത്ത് അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിന് താഴോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ, ഗവൺമെന്റ് തന്നെ 1000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് ആ റോഡുകൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സംവിധാനം വഴി നമ്മളിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പണികൾ ഇപ്പോൾ അതിൻ്റെ ASും TSും കിട്ടിയാൽ വളരെ സ്പീഡപ്പ് ചെയ്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചാൽ പണം എത്രയും പെട്ടെന്ന് അതും കൊടുക്കാം എന്നുള്ള ഗ്യാരണ്ടിയിലാണ് വരുന്നത്. എന്തായാലും ഓണം ആയതുകൊണ്ടായിരിക്കും ട്രഷറിയിൽ കുറച്ച് ബാൻ വരുന്നത്. അത് ആദ്യമായിട്ടല്ല കോൺട്രാക്ടർമാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കും. ഇത് മുൻ വർഷങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഓണത്തിന് കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ ഈ വർക്കൊക്കെ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ബില്ലുകളൊക്കെ ഒന്ന് നേരത്തെ ഈ ബാൻ വരുന്നതിന് മുമ്പ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല. മറ്റു ഒന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നിങ്ങൾ പലപ്പോഴും ബില്ല് കൊടുത്തു എന്ന് പറയും. നിങ്ങളുടെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും പൊതുമരാമത്തും മറ്റിതര തരത്തിൽ എഞ്ചിനീയേഴ്സൊക്കെ അത് കൊടുത്തോ എന്നുകൂടി പരിശോധിക്കണം. പലതും നമുക്കറിയാം പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞു ചെല്ലുമ്പോഴാണ് പലപ്പോഴും ബില്ല് നമ്മുടെ ഉദ്യോഗസ്ഥർ സബ്മിറ്റ് ചെയ്യാത്ത ചില പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ പല വർക്കുകളെ സംബന്ധിച്ച് കാണും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ കൃത്യതയോടുകൂടി അത് നോക്കുവാൻ, അതിൻ്റെ ബില്ല് കൃത്യമായ നിലയിൽ ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ ഒരു വിഷയം നമ്മുടെ ധനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇന്നലെ കേരളത്തിന്റെ മന്ത്രിസഭ ഇന്നലെ എല്ലാ ആഴ്ചയിലും കൂടുന്നതാണ്, ഇന്നലെയും കൂടിയിരുന്നു. ഇച്ചിരി ധനത്തിന്റെ വിഷയമൊക്കെ ഞങ്ങൾ അതിൽ ചർച്ച ചെയ്തു. ഓണക്കാലമാണ്, സിവിൽ സപ്ലൈസ് വഴി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എല്ലാ വർഷവും പോലെ സബ്സിഡിയോടുകൂടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനും ഇനി ഒരു 100-300 കോടി രൂപയും കൂടെ വേണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യവും അതിൻ്റെ മുമ്പിലുണ്ട്. ഏതായാലും ഇതെല്ലാം പരിഗണിക്കത്തക്ക നിലയിൽ കോൺട്രാക്ടർമാരെ ഒരിക്കലും എന്തായാലും തിരസ്കരിക്കില്ല. കാരണം അവരില്ലെങ്കിൽ കേരളത്തിലെ വർക്കുകൾ മുഴുവൻ മുടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ വർക്കുകളും കൂടെ മാറ്റിയെടുക്കുവാൻ, ഇപ്പോൾ 10,000 രൂപ വെച്ചാണ് എന്ന് 10 ലക്ഷം രൂപ എങ്ങാണ്ട് ബാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഏതായാലും അതുകൂടി പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കുവാൻ ഗവൺമെന്റിൽ, പ്രത്യേകിച്ച് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഇത് പറയാം എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, ഇത്രയും സുന്ദരമായ, ഇത്രയും മനോഹരമായ നമ്മുടെ ഒരു കെട്ടിടം, പ്രത്യേകിച്ച് നമ്മുടെ കടയ്ക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇതിവിടെ കൊണ്ടുവരുവാൻ മുന്നോട്ട് വന്ന ഇതിന്റെ ഭാരവാഹികൾക്ക്, ഇതിനെ സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി തന്നെ മന്ദിരോദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ സംഘടനയുടെ AKTCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാധനായ സണ്ണി ചെന്നക്കരയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കടക്കൽ യൂണിറ്റിന്റെ പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ ശ്രീമതി ജെ ചിഞ്ചുറാണി, അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഒരു യൂണിറ്റിന് സ്വന്തമായൊരു ആസ്ഥാനം ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റ് യൂണിറ്റുകൾക്കും ഒക്കെ തന്നെ ഒരു മാതൃകയായി തന്നെ ആണ് ഞങ്ങൾ കാണുന്നത്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചും നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ്, പഴയ ഓഫീസ് പൊളിച്ച് നമ്മൾ പുതിയ ഓഫീസ് നിർമ്മാണം നടക്കുകയാണ്. നമ്മുടെ മന്ത്രി അത്യാവശ്യമായി പോകേണ്ടതുള്ളതുകൊണ്ട് പോവുകയാണ്. അതിനു മുമ്പായി നമ്മുടെ ഈ മന്ദിരോദ്ഘാടന കമ്മിറ്റിയുടെ ഇതിലുള്ള ഒരു ചെറിയ സ്നേഹോപകാരം മന്ത്രിക്ക് നൽകുകയാണ്. അതിനുവേണ്ടി അത് ഏറ്റുവാങ്ങുന്നതിന് മന്ത്രിയെയും അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ
സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സണ്ണി ചെന്നിക്കരയും ക്ഷണിച്ചുകൊണ്ടു. കൊട്ടാരക്കര അത് എന്നാലും നിങ്ങളുടെ മന്ത്രി പിന്നെ അങ്ങോട്ട് കുത്തി ഒരു കല ശിബു കൈ കൊടുക്കാൻ അത് കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പ്രത്യേകം നന്ദി അസോസിയേഷൻ പേരിൽ അറിയിക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണം അടുത്ത ദിവസം തന്നെ അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഓഫീസ്, താലൂക്ക് കമ്മിറ്റികൾക്ക് ഓഫീസ് സംവിധാനങ്ങൾ നിലവിലുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകാരുടെ സംഘടനയാണ് നമ്മുടെ സംഘടന. അപ്പൊ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണ്. ഒട്ടേറെ പ്രതിസന്ധികളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുകയുണ്ടായി, നമ്മുടെ സാമ്പത്തിക പ്രശ്നം, ഗവൺമെന്റ് സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ടാണ് ഞങ്ങൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മനസ്സിലാക്കണം എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ മറ്റു കാര്യത്തിൽ കിടക്കുന്നില്ല. നമ്മുടെ ഓഫീസ് മനോഹരമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഒരു 100 കരാറുകാർക്ക് ഇവിടെ വന്ന് യോഗം നടത്താനും ഓഫീസ് സംവിധാനം എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം. ആ കുളം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുണ്ടായി, ആ കുളം അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഫണ്ട് വെച്ച് അത് നവീകരിക്കണം ഒരാവശ്യം കൂടി അസോസിയേഷന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ യൂണിറ്റ് ഓഫീസ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ കടക്കൽ യൂണിറ്റിന് നേരുകയാണ്. സമയക്കുറവുണ്ട്, മറ്റു നേതാക്കന്മാരൊക്കെ സംസാരിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഈ യൂണിറ്റിന്റെ ഓഫീസ് നിർമ്മാണം നേതൃത്വം നൽകിയ കടക്കൽ യൂണിറ്റിലെ മുഴുവൻ ഭാരവാഹികൾക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ജെ സുൽദത്ത അടക്കമുള്ള മറ്റെല്ലാ നേതാക്കന്മാർക്കും, കൊല്ലം ജില്ലയിലെ എന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജോജി ജോസഫിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നത്. 200 കിലോമീറ്റർ വണ്ടി ഓടിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അതിന് പ്രത്യേകം ക്ഷണിച്ചില്ല എന്നുള്ളതാണ് സുനിൽ ദത്തിന്റെ പരാതി. നമ്മുടെ വീട്ടിലേക്ക് വരാൻ നമ്മൾ ആരെങ്കിലും ക്ഷണിക്കണമെന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് ഇത് കേരളത്തിലെ കരാറുകാർക്ക് മൊത്തം ആവേശമുണർത്തുന്ന ഒന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം സംസ്ഥാനത്തുടനീളം നമുക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. സ്വന്തമായിട്ട് ഓരോ മുറി ഓഫീസായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ ഇതുപോലെ ഇത്ര മനോഹരമായിട്ടുള്ളൊരു കെട്ടിടം ഇല്ല എന്നുള്ളതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാർ കടന്നുപോകുന്നത്. സർക്കാർ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നമുക്ക് തരാൻ മാത്രം പണമില്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് പണം കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബോണസ് കൊടുക്കുന്നുണ്ട്, അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് മാത്രം വരുമ്പോൾ അത് പണമില്ല എന്ന് പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ തുടർന്നുള്ള ഈ കരാർ മേഖല എന്ന് പറയുന്നത്
ഇപ്പോഴുള്ള പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങളുടെ യൂണിറ്റ് ഒരുമിച്ച് കൂടി ഇത്തരത്തിലൊരു ഒരു ബിൽഡിംഗ് ഇവിടെ പണിതുയർത്തപ്പെട്ടത്. ഇതേ ഐക്യമുണ്ട് എങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയിലും വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിലുള്ള പോലെയുള്ള യാതൊരുവിധ ലാഭവും നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടാത്തതിന് പലതിനും കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. സർക്കാർ വിളിക്കുന്ന ടെൻഡറുകൾ അണ്ടർകോട്ട് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് വർക്കെടുത്ത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സുന്ദരമായ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സമിതി നമ്മൾ നടത്തിയൊരു പഠന ശിഖരമുണ്ട്. അതിന് തുടർച്ചയായി എല്ലാ ജില്ലകളിലും ഒരു പഠന ശിഖരം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കരാറുകാർക്ക് നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ചും നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും അറിവ് പകരുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഓരോ ജില്ലയിലും തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം ജില്ലയിലും ഉടനെ തന്നെ അത്തരത്തിലൊരു ജില്ലാ പഠന ക്യാമ്പ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അറിവ് നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ നമ്മുടെ ഒരുമ, നമ്മുടെ വർക്ക് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഈ രംഗത്ത് തുടർന്നും സജീവമായി പ്രവർത്തിക്കുവാനുള്ള ഒരു കരുത്ത് കിട്ടാൻ, അത് എല്ലാവരും സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നേ ദിനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ, തുടർന്നും നിങ്ങളുടെ സഹകരണവും ഐക്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊട്ടാരക്കര കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് ആരാധനായ എന്റെ നാട്ടുകാരനുമായ കൊല്ലായി സുരേഷിനെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനും ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂണിയന്റെ ഈ യൂണിറ്റിന്റെ പ്രസിഡന്റുമായ ശ്രീ റഹീം, ഉദ്ഘാടനം ചെയ്ത മന്ത്രി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സംഘടനയുടെ സംസ്ഥാനതല നേതാക്കന്മാർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഒരു വീടിന്റെ ഒരു ഗൃഹപ്രവേശം ചെയ്ത അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുമ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന വിസ്മയകരമായ ഒരു കാഴ്ചയാണ് ഈ ദിവസം നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു, ഒരു മൂലധനവുമില്ലാതെ ഒരു ഒത്തൊരുമയുടെ ഒരു ഒത്തുചേരലിന്റെ ഭാഗമായിട്ട് ഈ മനോഹരമായ ഗ്രാമപ്രദേശത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുളത്തിന്റെ, ഒരു അമ്പലത്തിന്റെയും അത് ആരാധനാലയത്തിന്റെയും ഒക്കെ ലക്ഷണങ്ങൾ ഒത്തുകൊള്ളുന്ന ഈ ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു ചെറിയ സൗധം സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സംഭവമായി മാറും. കാരണം ഒരു യൂണിറ്റിന് ഇത്തരത്തിലൊരു കെട്ടിടം നിർമ്മിച്ച് നമുക്ക് മാതൃക കാണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച ഈ കേരളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ഈ കേരളത്തിന്റെ എന്ന് മാത്രമല്ല, അത് ഏത് നാട്ടിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, രാജ്യത്തിന്റെ പുരോഗതിക്കൊക്കെ കാരണഭൂതരായിട്ടുള്ളവർ ഈ കരാറുകാരാണ്. അത് ചെറുതായാലും വലുതായാലും ഒക്കെ. പഞ്ചായത്ത് പരിശോധിച്ചാലും, പഞ്ചായത്ത് അതിന് മുകളിലോട്ടുള്ള ഏത് ഘടകം പരിശോധിച്ചാലും, ആര് പൈസ അനുവദിച്ചാലും, ഏത് ഫണ്ട് അനുവദിച്ചാലും, അത് നിർമ്മാണം നടത്തുന്നതിന് ഒരു സംഘം ആൾക്കാർ വേണം. അവരുടെ ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ സർക്കാർ പൈസ കൊടുക്കുകയാണെങ്കിലും ഇപ്പൊ കടത്തിലാണ് നിൽക്കുന്നത്, അവരുടേതാണ്. അങ്ങനെ ഈ രാജ്യ പുരോഗതിയിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി. അത് ഒരു സാമൂഹ്യ കാഴ്ചപ്പാടോടുകൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് മാത്രം സമ്മേളനം കൂടുന്നതിനോ അവരുടെ മാത്രം കാര്യങ്ങൾ നടത്തുന്നതിനോ വേണ്ടിയല്ല. ഈ ചെറിയ ഗ്രാമത്തിൽ പഞ്ചായത്തിന്റെ ഗ്രാമസഭകൾ കൂടുന്നതിന്, അതുപോലെ ഒരു ചെറിയ വീട്ടുകാരുടെയൊക്കെ ഫംഗ്ഷനുകൾ നടത്തുന്നതിന്, നാട്ടിലെ ക്ലബ്ബുകളുടെയോ മറ്റോ വാർഷികം നടത്തുന്നതിനോ ഒക്കെ സൗകര്യപ്രദമായിട്ട് വലിയ കാഴ്ചപ്പാടോടുകൂടി തുടങ്ങിയ ഈ സൗധം, ആ സൗധം സ്ഥാപിക്കുവാൻ തയ്യാറായ ഈ പ്രദേശത്ത് ഈ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ കടക്കൽ യൂണിറ്റ് ഭാരവാഹികൾ,
പ്രത്യേകം അഭിനന്ദിക്കുകയും ഒപ്പം അതിന് മാർഗനിർദ്ദേശം കൊടുത്ത ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി സണ്ണി ചെന്നീർക്കര എന്ന് പറയുന്ന ആള് കോൺട്രാക്ടർ മാത്രമല്ല, പഞ്ചായത്തിന്റെ തൃശൂർ ജില്ലയിലെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ സാമൂഹിക കാഴ്ചപ്പാടുള്ള ഒരു സംഘം ആളുകളാണ് ഇത് തുടങ്ങി വെച്ചത്. അവർക്ക് എല്ലാവർക്കും ഇതിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിലേക്ക് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാരനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ, സ്വാഗതം ആശംസിച്ച ശ്രീ സുനിതയ്ക്ക്, ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് കടന്നുപോയ ബഹുമാന്യയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ സണ്ണി ചെന്നീർക്കര, റിപ്പോർട്ട് അവതരിപ്പിച്ച വിജയകുമാർ, അംഗത്വം സ്വീകരിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്ത ശ്രീ റഹീം, AKGCA ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ മരണപ്പെട്ട ജയപാലിന്റെ ഛായാചിത്ര അനാച്ഛാദനം, അത് ശ്രീ പ്രദീപ്, ഓഫീസ് ഉദ്ഘാടനം ശ്രീ S. വിക്രമൻ, കിംസാറ്റിന്റെ ബഹുമാന്യനായിട്ടുള്ള ചെയർമാൻ, വിശിഷ്ടാതിഥികളായി ശ്രീ M. മനോജ് കുമാർ, കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ കൊല്ലായിൽ സുരേഷ്, ശ്രീ JC അനിൽ, അതുപോലെ തന്നെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ബഹുമാന്യയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, വിവിധ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, ബഹുമാന്യരെ, ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സ്വന്തമായി വസ്തുവും വാങ്ങിയ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായതും വളരെയധികം ഫലപ്രദവും മാതൃകാപരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിനാകെ നേതൃത്വം കൊടുക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകി ഇന്ന് ഔപചാരികമായി നിങ്ങളുടെ ആസ്ഥാന മന്ദിരമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകരെ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന കോൺട്രാക്ടർമാരെ സംബന്ധിച്ചൊക്കെ നിരവധി പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുവാനൊക്കെയുള്ള വിഷയങ്ങളുടെ റിപ്പോർട്ടിലൂടെയും അതുപോലെ തന്നെ ഉദ്ഘാടനമൊക്കെ ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ച് കാണും. തീർച്ചയായും മറ്റ് സ്ഥലങ്ങളിലൊന്നും കാണുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഒരു ആസ്ഥാന മന്ദിരം എന്ന് പറയുമ്പോൾ ഇതിൽ വ്യത്യസ്ത രീതിയിൽ ഒന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഈ ജില്ലയിൽ തന്നെ നിരവധി ഉണ്ടായിരിക്കും. യൂണിറ്റിന് മന്ദിരം ഇവിടെയാണ്. അതാ ഞാൻ ആസ്ഥാന മന്ദിരം ജില്ല അല്ലെങ്കിൽ സംസ്ഥാന താലൂക്ക് അടിസ്ഥാനത്തിലുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് ഒരു ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായും വളരെ മാനസിക ഐക്യത്തോടുകൂടി എല്ലാവരും ഒരുമയോടുകൂടി നിന്നുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ ഉണ്ടെങ്കിൽ തന്നെ ഞാനോ നീയോ എന്ന് നോക്കാൻ നമ്മളെന്ന ഒറ്റ മനസ്സോടുകൂടി നിന്നുകൊണ്ട് ഈ ഒരു ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവർത്തനം നന്നായി പോകുന്നതിന് വേണ്ടി അതിൻ്റെ ഭാരവാഹികളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹകരണവും മുഴുവൻ പേരിൽ നിന്നുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുപോലെ തന്നെ വളരെ മഹനീയമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള മജീഷ്യനായിട്ടുള്ള ഷാജുവിൻ്റെ മകളെ ആദരിക്കുന്ന ആ കുട്ടീനെ കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ്. നമ്മളുടെ എല്ലാം മകളായിട്ടുള്ള ആ കുട്ടി ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരള ഗവൺമെൻറ്റും അതുപോലെ കേരള മുഖ്യമന്ത്രി അടക്കം ആദരിക്കുന്ന ഒരു കുട്ടിയായി നമ്മുടെ പ്രിയപ്പെട്ട മാളവിക മാറിക്കഴിഞ്ഞത് വളരെ നല്ല കാര്യമാണ്. എല്ലാ മേഖലകളിലും ആ കുട്ടിയെ ഉയരങ്ങളിൽ എത്തുന്നതിന് ആവശ്യമായ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഈ പരിപാടിയിൽ തന്നെയും ആ കുഞ്ഞിനെ ആദരിക്കുന്ന ഒരു മഹനീയ ചടങ്ങാണ്. അതിൽ ആ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററോട് എത്തിച്ചേർന്നുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഈ കെട്ടിട ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പ്രിയപ്പെട്ട
കോൺട്രാക്ടർമാരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഘാടകരായിട്ടുള്ള സുനിതത്ത് അടക്കമുള്ള JCL അടക്കമുള്ള വേദിയിലിരിക്കുന്ന റഹീം അടക്കമുള്ള എല്ലാവരെയും അറിയാം. എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറി വിജയകുമാറിനെ ആദരവുകൾ ക്ഷണിച്ചു കൊടുക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ചിഞ്ചുറാണി മാഡം, ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സണ്ണി ചെന്നിക്കര, AKGCAയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ പ്രദീപ് അണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലതിക വിദ്യാധരൻ, നമ്മുടെ കിംസാറ്റ് ചെയർമാൻ സഖാവ് S. വിക്രമൻ, നമ്മുടെ മറ്റ് ശ്രീ JC അനിൽ, മറ്റ് ജില്ലാ സംസ്ഥാന താലൂക്ക് നേതാക്കന്മാരെ, സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഇതിലുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരുപാട് പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ഒന്നാമത് മഴയൊക്കെയാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. നമ്മളെ ക്ഷണം സ്വീകരിച്ച് CPHS എന്ന് വന്നിരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പാളിനും എല്ലാവർക്കും നമ്മൾ ക്ഷണിച്ച ഒരുവിധപ്പെട്ട എല്ലാവരും എത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യം നമ്മുടെ ശ്രീ സുനിതത്ത് തന്നെ പറഞ്ഞു. ഇനി അത് ആവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കുന്നുണ്ട്. എങ്കിലും കേരളത്തിലെ പൊതുമരാമത്ത് കരാർ മേഖലയിലെ കരാറുകാരുടെ പ്രമുഖ സംഘടനയാണ് ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. AKGCA 14 വർഷങ്ങൾക്ക് മുമ്പാണ് കടയ്ക്കൽ കേന്ദ്രമാക്കി ഒരു യൂണിറ്റ് രൂപീകരിച്ച് സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊതുമരാമത്ത് മേഖലയിലെ ലൈസൻസുള്ള 23 കരാറുകാർ ചേർന്നാണ് കടയ്ക്കൽ ഒരു യൂണിറ്റ് രൂപം കൊണ്ടത്. എന്നാൽ ഇന്ന് നിലവിൽ 33 അംഗങ്ങളുണ്ട്. കടയ്ക്കൽ മേഖലയിൽ പൊതുമരാമത്ത് കരാർ പണികൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം കരാറുകാരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ വലിയ സംഘടന എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കടയ്ക്കൽ ടൗണിൽ നമ്മൾ കുറേ കാലം ഒരു വാടകയ്ക്കൊരു റൂമെടുത്ത് ഓഫീസ് ബിൽഡിംഗായിട്ട് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അന്ന് നിരന്തരമായ നമ്മുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ഈ PMSL കോളേജിന് സമീപം നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കുകയും 25 ലക്ഷത്തിലേറെ പണം മുടക്കി നമ്മൾ കെട്ടിടവും പുരയിടവുമായിട്ട് ആക്കിയെടുത്തത്. അത് ആസ്ഥാന മന്ദിരം ആക്കിയെടുക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ നമ്മുടെ സംഘടനയ്ക്ക് സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം ഉണ്ട്, ജില്ലാ കമ്മിറ്റികൾക്കും ആസ്ഥാനങ്ങളുള്ളതുണ്ട്, താലൂക്ക് കമ്മിറ്റിക്കും ആസ്ഥാനങ്ങളുള്ളതുണ്ട്. പക്ഷേ കേരളത്തിൽ ഇന്ന് വരെ ഒരു യൂണിറ്റിനും ഇതേ കണക്ക് ഒരു ആസ്ഥാന മന്ദിരം സ്വന്തമായി ഇല്ല എന്നുള്ളതാണ്. ഇന്ന് കടയ്ക്കൽ യൂണിറ്റിന് ആദ്യമായി അങ്ങനെ ഒരു ആസ്ഥാനവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതലായി പിന്നെ വേറൊന്നും പറയാനില്ല. നല്ലൊരു ബിൽഡിങ്ങാണ്. ഒരു ഓഫീസ് റൂമും വേറൊരു റൂമും പിന്നെ ഒരു ഹാളും ഒക്കെ ഉണ്ട്. നാട്ടുകാർക്കും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ നമുക്ക് കൊടുക്കുന്നതിന് സജ്ജമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടും 3 നില വരെ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ പറയാനുള്ളത് 2024 ജൂലൈ മാസം 7-ാം തീയതിയാണ് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായ ശ്രീ സുനിതത്ത് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്.
സമയബന്ധിതമായി ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സുനിദത്ത്, യൂണിറ്റ് ഭാരവാഹികളായ ശ്രീ റഹീം, ട്രഷററായ ശ്രീ വി ഷിബു, രക്ഷാധികാരി ശ്രീ പി മോഹനൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റ് വ്യക്തികൾ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി എല്ലാവരും നമ്മളെ ഇന്ന് വരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും സഹായിക്കുമെന്നുള്ള ഒരിതിൽ ഞാൻ കൂടുതൽ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ എൻ്റെ സഹോദരനുമായ JC അനിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ റഹീം അവർ, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സണ്ണി അവർ ഉൾപ്പെടെ ശ്രീ കൊല്ലായിൽ സുരേഷ്, വേദിയിലുള്ള സംഘടനയുടെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി മിനി സുനിൽ, ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യം ഈ സമ്മേളനത്തിൽ ഇനി ഇല്ല. കരാറുകാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഒരു ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വെൽഫെയർ പ്രവർത്തനങ്ങൾ. രണ്ട്, ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. ആ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും പാളിപ്പോയാൽ ഗവൺമെൻറ് പാടും. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രണ്ട് മേഖലയിലും സുദീർഘമാണ്. ജനങ്ങളുടെ വെൽഫെയറും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ഗവൺമെൻറ് സുപ്രധാനമായി പരിഗണിക്കുന്നത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ, ജനങ്ങളുടെ വെൽഫെയർ, ക്ഷേമം, സർക്കാർ സാമ്പത്തികമായി ഏറെ പ്രതിസന്ധി ഉള്ളെങ്കിലും അത് ഏറെക്കുറെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഒരുപക്ഷെ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ നിയോജകമണ്ഡലത്തിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ മേഖലയിലെ പ്രവർത്തനങ്ങൾ, അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഒരു ഗവൺമെൻറ്റിനെ സഹായിക്കുന്നത് കേരളത്തിലെ കരാറുകാരാണ്. ആ കരാറുകാരുടെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രമുഖവും ഏറ്റവും ശക്തമായ പ്രസ്ഥാനമാണ് ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിൻ്റെ അസോസിയേഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ് വളരെ നമ്പർ കുറഞ്ഞ ആളുകളാണെങ്കിലും കരാറുകാരുടെ പ്രസ്ഥാനം. കരാറുകാരുടെ പ്രസ്ഥാനം ദീർഘമായ ഒരു സമരത്തിലോ പണിമുടക്കിലോ ഏർപ്പെട്ടാൽ കേരളത്തിൻ്റെ നിർമ്മാണ മേഖല സ്തംഭിക്കുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധി കരാറുകാരുടെ മേഖലയിൽ അവരനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചത്, ഇപ്പോഴത്തെ ട്രഷറി നിയന്ത്രണം. അപ്പം നിരവധി പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ്. ബന്ധപ്പെട്ട ഗവൺമെൻറ് അത് സജീവമായി അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു ചരിത്രപരമായൊരു നേട്ടമാണ് ഈ സംഘടന ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. സംഘടനയുടെ കേരളത്തിലെ 100 കണക്കിന് യൂണിറ്റുകളുണ്ട്. അതിലൊരു യൂണിറ്റ് 10 സെന്റ് സ്ഥലം മേടിച്ച് ഏതാണ്ട് 20 ലക്ഷത്തോളോ 25 ലക്ഷത്തോളോ രൂപ മുടക്കി കരാറുകാരെല്ലാം കൂടെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നല്ല ഒരു സൗകര്യം, ഒരു അടിസ്ഥാന സൗകര്യം ഉള്ളൊരു കെട്ടിടം ഉണ്ടാക്കി മനോഹരമായി പണി തീർത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കും. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിനും നിങ്ങൾക്കെല്ലാം ഉള്ള അഭിമാനത്തിനും പങ്കുചേർന്നുകൊണ്ട് ഇവിടെ ഈ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രതിഭകളെ ആദരിക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നിലമൽ പഞ്ചായത്തിൻ്റെ ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിലിനെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനിയായിട്ടുള്ള യോഗം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവർ, ആദരണീയായ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർ,
അതുപോലെ തന്നെ സംഘടനയുടെ ഭാരവാഹികളായിട്ടുള്ള സുനിൽ ദത്ത് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ഗ്രാമപഞ്ചായത്തിനെയൊക്കെ സംബന്ധിച്ച് ഇപ്പം കാലാവധി കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ സമയമാണ്. അപ്പം ഏറ്റെടുത്ത വർക്കുകളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്കും ജനങ്ങളുടെ ഇടയിലൊരു മികച്ച സംസാരം കിട്ടുകയുള്ളൂ. അപ്പം ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എടുക്കുന്ന വർക്കുകളെല്ലാം ഏറ്റവും വേഗം പണി തീർക്കുന്ന, ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന കോൺട്രാക്ടർമാരാണുള്ളത്. പിന്നെ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാര്യം ഞങ്ങളുമായിട്ട് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കോൺട്രാക്ടർമാരാണ് ഞങ്ങളുടെ വർക്കുകൾ എടുക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ യൂണിറ്റിന് ഒരു വീട്, അതിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ ജനപ്രതിനിധികളായ എന്നെ കൂടി ക്ഷണിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ മറ്റൊന്നും സംസാരിക്കാതെ ഏറെ ബഹുമാനത്തോടുകൂടി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നേർന്നുകൊണ്ട്, അതോടൊപ്പം അവാർഡുകൾ വാങ്ങിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മുടെ അനുമോദനം നമ്മുടെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ചിത്രരചന നടത്തിയ വിദ്യാർത്ഥി മാളവിയേക്കും ക്ഷണിച്ചുകൊള്ളുന്നു. കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷായി സാറേ, ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ആദരവ് നമ്മൾ നൽകുന്നത് ഇവിടെ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLCക്ക് 100% വിജയം കൈവരിച്ചതിൻ്റെ പേരിലും +2-ന് നല്ല വിജയ ശതമാനം നിലനിർത്തിയ CP സ്കൂളിന് ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കടയ്ക്കൽ യൂണിറ്റിന്റെ ആദരവ് നൽകുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉഷാറാണി ടീച്ചറും അവിടെ വന്നിട്ടുള്ള ടീച്ചർമാരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. അത് നൽകുന്നതിന് നമ്മുടെ പഞ്ചായത്ത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിനെയും ക്ഷണിച്ചുകൊള്ളും. നമ്മുടെ കുമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചപ്പോഴേ പറഞ്ഞ അല്പം വൈകി എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സംസാരത്തിന് മുമ്പ് തന്നെ ഒരു ആദരവ് നമ്മുടെ ഈ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച നമ്മുടെ ശ്രീ സജീവ് കുമാർ, നമ്മുടെ ഭരണസമിതി അംഗം കൂടിയാണ്. സജീവ് കുമാർ മുന്നോട്ട് വരണം. ഇത് ഏറ്റുവാങ്ങുന്നതിന് സജീവ് കുമാറും ഇത് നൽകുന്നത് നമ്മുടെ കുമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൃഷ്ണപിള്ള അവറുകളാണ്. രണ്ടുപേരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
പൊന്നാട നൽകുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സണ്ണി ചെന്നക്കര. പൈസ ആവശ്യമില്ല. അടുത്തതായി ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ആദ്യമായി അമൃത എസ് അനിൽ, ആർക്കിടെക്ചർ ബിരുദം നേടിയ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അനിലിന്റെ മകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് വൈജു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് ആദിൽ എസ് സുൽദത്ത്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മകനുമായ സുൽദത്തിന്റെ മകനുമായ ആദിൽ എസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജില്ലാ സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ലക്ഷ്മി ബി സുനിൽ, ബിടെക് സിവിൽ എഞ്ചിനീയർ ബിരുദം നേടിയ നമ്മുടെ പ്രിയങ്കനായ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ സുനിൽകുമാറിന്റെ മകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ജില്ലാ ട്രഷറി സുരേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ബിനിലാൽ +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ സംസ്ഥാന കമ്മിറ്റി അംഗം ലാൽകുമാറിന്റെ മകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് കൊടുക്കുന്നതിനായി ജോജി ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ ലക്ഷ്മി എസ്, SLC ഫുൾ A+ നേടിയ യൂണിറ്റ് ഭരണസമിതി സജികുമാറിന്റെ മകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി രക്ഷാധികാരി മോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അമൃത ലക്ഷ്മി ഫുൾ A+ നേടിയ യൂണിറ്റ് മെമ്പറുടെ ശ്രീ അനിൽകുമാർ RSന്റെ മകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കൊടുക്കുന്നതിന് വേണ്ടി കൊല്ലം താലൂക്ക് പ്രസിഡന്റ് സുരേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, അല്ലാർസിന്റെ മോള് അല്ലാർസ് ഇല്ലേ? അല്ലാർസ് ഉണ്ടോ ഇവിടെ? പോയോ? അപ്പൊ അത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഒരു പ്രത്യേക ഒരു ആദരവ് കൊടുക്കണം. അത് നമ്മുടെ അഞ്ചലിൽ നിന്ന് വന്ന കൃഷ്ണൻകുട്ടി കൺട്രാക്ടാണ്. കാരണം നമ്മൾ ഒരുപാട് പേരെ വിളിച്ച് വളരെ യാത്ര ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ള നമ്മുടെ കൃഷ്ണൻകുട്ടി എണ്ണൻ നമ്മൾ ആദ്യം പിരിവിന് ചെല്ലുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കുകയും
മറ്റുള്ളവരാരും അങ്ങനെ ചെയ്തില്ലെന്നല്ല, ഇത്രയും പ്രായമുള്ള സംഘടനയോടുള്ള അല്ലെങ്കിൽ ഒരു കെട്ടിടം വരുന്നതിന് എത്രയും ആത്മാർത്ഥത്തോടുകൂടി നമ്മളെ വളരെയേറെ സ്നേഹിക്കുകയും ആ പൈസ അപ്പോൾ തന്നെ ചെക്ക് എഴുതി തരികയും ഇതെല്ലാം നമ്മുടെ പ്രവർത്തകർക്ക് വളരെ ഊർജം നൽകിയ ഒരു സന്ദർഭങ്ങളായിരുന്നു. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൃഷ്ണൻകുട്ടിയണ്ണൻ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. സ്റ്റേജിലൊക്കെ വരും, അണ്ണ താഴെ വരും, അതിന്റെ മുകളിൽ വരും, അതൊന്നും പ്രശ്നമില്ല. അത് നമ്മുടെ ത്രിദീപണ്ണൻ, സംസ്ഥാന ട്രഷറർ ശ്രീ ത്രിദീപണ്ണനും എല്ലാവരും ചേർന്ന് അണ്ണനെ പൊന്നാട അണിയിച്ച് ആദരിക്കുക. അടുത്തതായി ഓരോ പേര് വിളിക്കുമ്പോഴും ഞാൻ പിന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞത് നമ്മളെ സംസ്ഥാന ട്രഷറർ, നമ്മളെ ആരാധനയായ വർക്കല സ്വദേശിയായ ത്രിദീപണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര, സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജോജി ജോസഫ്, അസോസിയേഷന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബൈജു, മന്ദിര ഉദ്ഘാടനത്തിന്റെ തത്സമയ ജില്ലാ സംപ്രേഷണമാണ് സാക്ഷി ടിവി ദിലീപ്, എത്തിച്ചത്. ഈ ട്രഷറർ സുരേഷ്, നിങ്ങൾക്ക് ഏവർക്കും നന്ദി, ഇവിടെ നമസ്കാരം. സന്നിഹിതരായിരിക്കുന്ന ഒപ്പം ഓണാശംസകൾ. താലൂക്ക് പ്രസിഡന്റ്